ഗായ്സ് എവിടെയുള്ളതെന്നറിയോ? ഞങ്ങള് കോർഫക്കാനിലാണ് ഗൈസ്. പോണം 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 എന്ന് ഭയങ്കര പ്ലാൻ ചെയ്ത് ഫൈനലി ഹിയർ വി ആർ. ട്രക്ക് ചെയ്ത് പോവല്ലേ? ഞങ്ങള് ഫുൾ ഓണാണ്. ഞങ്ങളിപ്പോ ബീച്ചിലേക്ക് വന്നിരിക്കാട്ടോ. ഇതെന്താ സംഭവം? ഗൈസ് ഇത് കണ്ടോ ഗൈസ്? ഹായ്. അയ്യോ ലൈറ്റ് ഇല്ല. നമ്മുടെ നാട്ടില് കാണുന്ന കവര് പോലത്തെ എന്തോ സാധനം. കവരാണെന്ന് തോന്നില്ല, എന്റെ കയ്യിലേക്ക് വെച്ചെന്ന്. ഇതിനെന്താ പറയാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, ബീച്ചിൽ നിന്ന് ഇപ്പോ തിരിച്ച് കയറിയിട്ടുണ്ട്. നമ്മളെല്ലാരും ട്രക്ക് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ എല്ലാരും ഫുൾ പവറാണ് ഗൈസ്. സോ വി ആർ ഗോയിങ് ഫോർ ട്രക്കിംഗ്. നമുക്ക് രണ്ടുപേർക്കും 1 മണിക്കൂർ, ആർക്കും 1 മണിക്കൂർ തികച്ചില്ല ഗൈസ്. 6:30ക്കാണ് സൺറൈസ് വന്നിട്ട്. 5:40 എന്തോ ആയി തോന്നുന്നു. 5:35. അപ്പൊ നമുക്ക് 5:35 ഞങ്ങളാണ് ആദ്യം പോകുന്നത്. ഞങ്ങളേക്ക് ഏറ്റവും ബാക്കിൽ. പക്ഷെ ഞങ്ങൾ എന്തായാലും അവിടെ എത്തും. അതെ, ഞങ്ങൾക്ക് സൺറൈസ് കണ്ടേ പറ്റുള്ളൂ. നമ്മളിതാ ഉള്ളിലേക്ക് അങ്ങനെ പോവാണ്. ഇതാണ് ഗൈസ് നമുക്ക് തന്നേക്കണ റൂട്ട് മാപ്പ് ഒന്നും വേണ്ട. അവിടെ എല്ലാരും കേറി പോണ വഴിയിൽ തന്നെ കേറി പോയാൽ മതി. നല്ല രസമുണ്ട്. ഇത് നോക്ക് ഗൈസ്, ഇത് അടിപൊളിയാണ്. നമ്മൾ ഈ ഇടുക്കി കൂടിയൊക്കെയാണ് നടന്നു പോകേണ്ടത്. ഹർഷ മുണ്ട കൊടുത്ത് നടക്കുന്നുണ്ട് ഗൈസ്. ഇല്ല, അത്ര തണുപ്പില്ല. ഉണ്ടായിരുന്നു. ഒട്ടേക്കുള്ള ഇതുണ്ടോ, ഹൈക്കിംഗ് ട്രെയിൽസ്, യെല്ലോ ട്രെയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. മേളിൽ കയറുന്ന കഴിച്ചു ഇൻഫ്ലുവൻസാ. പോവാൻ കട്ടെ. ഞങ്ങളുടെ എവിടെ വരെ എത്തണം നമുക്ക്? ഡേയ് മേളില് കയ്യൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സ്പീഡ്. ആദ്യം എത്തുന്ന പറഞ്ഞ ആളാണ് കൂട്ടത്തില് ലാസ്റ്റ് എത്തുന്നത്. നമുക്ക് അവിടെയാണ് ഗൈസ് നമുക്ക് എത്തേണ്ടത്. പക്ഷെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാ? വി ഡോണ്ട് ഹാവ് സ്റ്റാമിന. തിരിച്ചിറങ്ങി പോവാണ് ഗൈസ് ഇവരെല്ലാരും. ഇവിടെ ബാക്കിൽ കുറേ ഷിപ്പാണോ ബോട്ടാണോ എന്ന് മനസ്സിലാവില്ല. എന്തൊക്കെയോ ഉണ്ട് അവിടെ.
വ്യൂ പോയിന്റ് എത്തിയില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ വ്യൂ പോയിന്റ് പോയി വ്യൂ എല്ലാം കണ്ട് സൺറൈസ് എല്ലാം കണ്ട് അടിച്ചു പൊളിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ 1100 മീറ്റർ കവർ ചെയ്തു, ക്ലൈംബ് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. പക്ഷേ കയറാൻ പറ്റത്തില്ല, വിഷമമുണ്ടോ ചോദിച്ചാൽ വിഷമമില്ല. കാരണം ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു, പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള വ്യൂ നൈസാണ്. തിരിച്ചിറങ്ങാണ് ഗൈസ്. വേസ്റ്റ് നമ്മൾ തീരണില്ല ഗൈസ്. ഇത് ഒരുപാട് ഇറങ്ങാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നേരായിട്ടുള്ള വഴി കൂടി അല്ലാണ്ട് ഈ ചൊട്ടച്ചക്കൻ എന്നെ വേറൊരു വഴി കൂടെ ഇറങ്ങിക്കൊണ്ട് വന്നു. കാലിൻ്റെ വിറയൽ മാറിയിട്ടില്ല. ഏതാ വഴി അറിയാം, നമ്മളിപ്പോൾ നടക്കുന്നത് നേരെ വഴി. പക്ഷെ ഇതാ ഇങ്ങനെയുള്ള കല്ലിൻ്റെ ഇടയിൽ കൂടെ എന്നെ ഇറക്കി. വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതെന്താ, എനിക്ക് ജീവനാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഇല്ല, ഞാൻ ജസ്റ്റ് നടന്ന സംഭവം പറഞ്ഞതാ. ഹായ്. എക്സിറ്റ് പോയിന്റിലെ വ്യൂ. ഇത് രാവിലെ എടുത്ത വ്ളോഗിൽ കാണിക്കാൻ പറ്റാത്ത ഇരുടായതുകൊണ്ടാണ്. ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് എക്സിറ്റ് പോയിന്റിൽ. തിരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി എന്താ പരിപാടി? കറി കയറാൻ നേരെ റൂമിൽ പോവാ, കയറി കിടന്നുറങ്ങാം. സോ അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ഈ വ്ളോഗ്. ബൈ.